ലവിന് പിന്നിലൊരു കാര്യമുണ്ട്. അളിയ അതിന്റെ രഹസ്യം എന്തിനളിയ? നീ ആണ്ട് പറഞ്ഞുതരാം. ഈ അമേരിക്കയിൽ മാത്രം രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പറയട്ടാ? പറയണ്ട, സെൻഡ് ചെയ്താ. അതല്ലെന്ന്. പിന്നെ എന്റെ ഭാര്യ ഇന്ന് ഡോക്ടറിന്റെ കൂടെ കിടക്കുകയാണെങ്കിൽ നാളെ എഞ്ചിനീയറിന്റെ കൂടെ ആയിരിക്കും കിടക്കണം. ആ സെറ്റപ്പ് നിന്റെ കുടുംബത്തിലും വേണം ഞാൻ ചെയ്തു തരാം. അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താന്ന് മനസ്സിലായ? ആവർത്തന വിരസത. ഡെയിലി നിന്റെ മുഖമല്ലോടാ കണ്ടോണ്ടിരിക്കണ. അപ്പൊ അവർക്ക് മടുപ്പ് വന്നു. അങ്ങനെ തോന്നുന്നു. ഈ ടെക്നിക്ക് എന്റെ വൈഫ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമേരിക്കയിലേക്ക് ഇങ്ങനെയാണെന്ന്. നീ എന്ത് ചെയ്ത് അളിയ പറ. എന്റെ വൈഫ് പറഞ്ഞ് ഡെയിലി ഓരോ ക്യാരക്ടറായിട്ട് അവളെടുത്തല്ലേ. ഓരോ ക്യാരക്ടറായിട്ട്. അപ്പൊ നമുക്ക് ഒരു മടുപ്പ് വരില്ല. ലൈഫ് അവരുടെ ഇഷ്ടത്തിന് ചെല്ലുമ്പോ ഇഷ്ടം തോന്നും. കഴിഞ്ഞ ആഴ്ച അവള് പറഞ്ഞു ചേട്ടാ ഒരു ആട്ടോ ഡ്രൈവറായിട്ട് വരാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു? അനീല വണ്ടി വാടകയ്ക്ക് എടുത്ത് ഒരു ചാക്ക് പിണ്ണാക്കെടുത്ത് വണ്ടിക്കകത്തിട്ട് ഒരു 12 മണിയാകുമ്പോ ഞാൻ ചെന്ന് ചാച്ചി പിണ്ണാക്ക് വന്ന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല, ഒന്ന് പിടിക്കോ? പിടി. ഞാനും വൈഫും കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് അടുക്കളയെ കൊണ്ട് വെച്ച് ദാഹം വരും എനിക്ക്. ചേച്ചി ദാഹം വല്ലതും ഉണ്ടാ? അപ്പോൾ വെള്ളം എടുത്തില്ല. വെള്ളം എടുത്ത് ചെറിയൊരു ടച്ചിങ്. അപ്പോഴാണ് പിന്നെ റൊമാൻസ്. പിറ്റേ ദിവസത്തെ കഥ എങ്ങനെ? ഞാൻ അവളെടുത്ത് ചോദിക്കും നാളെ ഏത് ക്യാരക്ടറായിട്ട് വരണം. അപ്പൊ അവള് പറയാം സെക്യൂരിറ്റി. അവളൊരു 12 മണിയാകുമ്പോ കുളിച്ചൊരുങ്ങി എന്നിട്ട് ഞാൻ ഈ നീളമുള്ള ഒരു ടോർച്ച് കൊടുത്തോണ്ട് ഇവിടെ കള്ളൻ. അപ്പോഴാണ് ഇവിടെ കള്ളയല്ലേ ചുമ്മാ പറഞ്ഞാണ് വെളിയില് മഴ ഇന്ന് പോണ്ട റൊമാൻറ്റിക്. സൂപ്പർ സൂപ്പർ. പിന്നെ ചില സമയം ഞാൻ ഷെഫാവും. ഷെഫായിട്ട് ഞാൻ ചെയ്യുന്ന നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇതേപോലെ ഓരോ ദിവസം ഓരോ ക്യാരക്ടറായി കേട്ടപ്പം തന്നെ നിനക്കൊരു ഈ ഐഡിയ നേരത്തെ പറഞ്ഞതോടായിരുന്നാ. മരുമോനെ എന്താ അമ്മ വീട്ടിൽ പോവുക. ഞാൻ വല്ലതും പറഞ്ഞു വെച്ച് അമ്മ ഇങ്ങനെ ഇറങ്ങി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയല്ല മരുമോനെ. പിന്നെ എന്ന് നീയല്ലേ ഇറക്കി വിടുന്നത്. ഇന്ന് ഞാൻ സ്വയം ഇറങ്ങി പോവാ ഇവിടുന്ന്. നിനക്കിപ്പോ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയല്ലോ. ഇനി അമ്മാവന്റെ ആശ ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം, ആരും പുറകെ വിളിക്കല്ലേ ദൈവത്തോർത്ത്. ഫോൺ വഴിയാണ് മഴയത്ത് മാന് പോകും പോലെ. അങ്ങോട്ട് ഇതൊക്കെ ഇവിടെ കിടന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായല്ല? നീ പറഞ്ഞല്ല ഏകദേശം മനസ്സിലായി. ഇന്നെന്താണ് ക്യാരക്ടർ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പിടിക്കണ ക്യാറ്റാന്നറിയാമോ? ജഡ്ജി ചിറ്റിയൊക്കെ എടുത്തോണം. പ്രോപ്പർട്ടി കൊണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിച്ചില്ല ഇന്ന് ഞാൻ ഏത് ക്യാരക്ടർ. ഇന്ന് നീ ഏത് ക്യാരക്ടർ? ശാസ്ത്രജ്ഞൻ. അവള് പറഞ്ഞ് ശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്ട അതിനേക്കുള്ള കോസ്റ്റ്യൂം എല്ലാം ഉണ്ട്. ഇത് കൊറേ കണ്ടുപിടുത്ത നടക്കുക. അവള് വിളിക്കുന്നു. ഹലോ, എന്താ പറഞ്ഞു? കോസ്റ്റ്യൂം ഒക്കെ എടുത്തു അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓക്കെ. എന്തിനാ ശാസ്ത്രജ്ഞൻ ക്യാൻസൽ അല്ല. അവള് പറഞ്ഞ മറ്റന്നാ മതി. പിന്നെ ഇന്ന് ഏതാ ക്യാരക്ടർ? ഇന്ന് ഇറച്ചി വെട്ടുകാരൻ. ഇറച്ചി വെട്ടുകാരൻ. ഇന്ന് കൊറേ ഇറച്ചി ഞാൻ വെട്ടി തള്ളുന്നു. ഈ ഐഡിയ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നൂടായിരുന്നാ.